നമസ്കാരം, ഞാൻ സിനി വേണുഗോപാൽ. ഞാനിന്ന് പുതിയൊരു വ്ലോഗ് തുടങ്ങാനുള്ള തുടക്കത്തിലാണ്. നിങ്ങളേവരുടെയും സ്നേഹവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്തട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞു, എൻ്റെ പേര് സിനി വേണുഗോപാൽ. ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും ജോലി ചെയ്തതും ഇന്ത്യയിലെ കേരളത്തിലെ എറണാകുളത്താണ്. അതിനുശേഷമാണ് ഞങ്ങളിപ്പോൾ കാനഡയിലേക്ക് വന്നത്. കാരണം എൻ്റെ 2 മക്കളും കാനഡയിലാണ് ഉള്ളത്. എൻ്റെ മോള് വിവാഹിതയാണ്. ഹസ്ബൻഡും 2 മക്കളും ഉണ്ട്. അവർ കാനഡയിൽ സെറ്റിൽ ചെയ്യുന്നു. മോൻ കാനഡയിൽ തന്നെ ഉണ്ട്. അവനൊരു സ്റ്റുഡൻ്റാണ്. അവൻ്റെ ക്ലാസ്സൊക്കെ കഴിയാറായി നിൽക്കുന്നത്. അതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. എനിക്ക് പിന്നെ എൻ്റെ ഹോബീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടം ഇങ്ങനെ മഴയത്ത് കുടയും ചൂടിക്കൊണ്ട് നിൽക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. നല്ല മഴയത്ത് നനഞ്ഞു നിൽക്കുന്ന ഇലകൾ കാണുന്നത് വളരെ ഇഷ്ടമാണ്. നല്ല ലൈറ്റുള്ള രാത്രിയിൽ, നല്ല നിലാവുള്ള രാത്രിയിൽ പതിയെ കാറിലിരുന്ന് പോകണത് എനിക്കിഷ്ടമാണ്. പിന്നെ അതിലുപരി എനിക്ക് ഡാൻസ് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒഴിവ് കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ പഠിച്ചിരിക്കുന്ന പഴയ പദങ്ങൾ, ഇനി എന്നും പുതുമയുള്ള പഴയ പദങ്ങളൊക്കെ എപ്പോഴും നോക്കി പ്രാക്ടീസ് ചെയ്യും. അതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. ഇപ്പോൾ എൻ്റെ ഈ വ്ലോഗിൽ ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പഴയകാല ഓർമ്മകൾ, കാനഡയിൽ കണ്ടിരിക്കുന്ന പല സ്ഥലങ്ങൾ, പിന്നെ പല സ്ഥലങ്ങൾ, പാട്ടുകൾ, ഡാൻസ്, അങ്ങനെ ക്രാഫ്റ്റ്, അങ്ങനെ പണ്ടത്തെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വ്ലോഗാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഈ വീട്ടിലുള്ളത് ഞാൻ ചെയ്തിരിക്കുന്ന ചെറിയൊരു ഫാമിങ് ആദ്യമായിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നമുക്കിപ്പോൾ അങ്ങോട്ടേക്ക് പോകാം. ഈ മഴ എനിക്ക് നല്ല ഇഷ്ടമാണ്. അതാണ് ഈ മഴയത്ത് ഞാൻ ഈ കുടയൊക്കെ ചൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ ഇതിപ്പോൾ സമ്മറാണ് നമുക്കിവിടെ. എങ്കിലും സമ്മറിൽ മഴ കിട്ടുന്നുണ്ട്. നമുക്ക് കാണാം, എൻ്റെ ഫാമിങ് കാണാം. ഇത് നമ്മുടെ നാട്ടുപോലെ കേരളത്തിൽ പോലെയുള്ള ഒരു മണ്ണൊന്നും അല്ലല്ലോ ഇവിടെ. അപ്പോൾ ഇവിടെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ചെറിയ ഫാമിംഗ് ആണ്. ഞങ്ങൾ ചട്ടിക്കകത്താണ് വെച്ചിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ മുളകാണ്, മുളകെന്ന് പറയും നമ്മളെ നാട്ടിൽ. ഇവിടെ വേറെ വല്ല പേരുണ്ടെന്നൊന്നും എനിക്കറിയില്ല. കണ്ടില്ലേ, എൻ്റെ മുളകൊക്കെ ദേ ഇങ്ങനെ പാകമായിട്ട് ഇതേ വന്നിട്ടുണ്ട്. നല്ലോണം മുളകുണ്ട് ഞങ്ങൾക്ക്. പിന്നെ ഇതേ ടൊമാറ്റോ ഒക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. നിറയെ ഉണ്ടായിട്ടുണ്ട് ടൊമാറ്റോ. അങ്ങനെ ചീര ഞങ്ങൾ മുറിച്ചിരുന്നു കേട്ടോ. കണ്ടോ, ടൊമാറ്റോ, ഇതെല്ലാം ടൊമാറ്റോ ചീരയാണ്. അതെല്ലാം ടൊമാറ്റോ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ടൊമാറ്റോ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ ചെടിയിലും ടൊമാറ്റോ ഉണ്ട്, ആ ചെടിയിലും ടൊമാറ്റോ ഉണ്ട്. ഇതൊരു ചീരയാണ്. ഇതൊരു മുളകാണ്. ഇതിനകത്ത് മുളകിൽ പൂവിട്ട് വരുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ കണ്ടോ, ഈ മുളക്, ഇതൊരു മുളകാണ്. ഇതും മുളകാണ്. അത് സ്ട്രോബെറിയാണ്. പിന്നെ വഴുതനങ്ങ ഉണ്ടായി വരുന്നു. പൂവിട്ട് ഇതാ ഉണ്ടായി വരുന്നു വഴുതനങ്ങ. ഇതും വഴുതനയാണ്. അധികം എനിക്ക് മുളകാണ് ഉണ്ടായിട്ട് വന്നിരിക്കുന്നത്. ഇതും മുളക്, ടൊമാറ്റോ, തക്കാളിയാണ് എൻ്റെ കൂടുതലും പിടിച്ചു വന്നത്. ഇത് ചീരയാണ്. ഇതും ചീരയാണ്. ഇതെന്താണെന്ന് എനിക്ക് അറിയില്ല, നട്ട് വെച്ചതേ ഉള്ളൂ കിട്ടിയത്. ഇതൊക്കെ ചീര തന്നെ. പിന്നെ കോളിഫ്ലവർ ഉണ്ടായിരുന്നു, കോളിഫ്ലവർ പോയി. പിന്നെ അങ്ങനെയൊക്കെയാണ്. വെള്ളരിക്കയൊക്കെ അപ്പുറത്തെ സൈഡിലാണ് നിൽക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഡോഴ്സിൻ്റെ ബാക്കിലുള്ള ചെറിയൊരു ഫാമിംഗ് ആണ് ഇത്. ഇതിനകത്ത് ഞാൻ എല്ലാ ദിവസവും വന്ന് ഇവരുടെ അടുത്ത് സംസാരിക്കും. ഇവർക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ കൊടുക്കും. ഇന്നിപ്പോൾ മഴയുണ്ട്, നനയ്ക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ വന്ന് നനയ്ക്കും. ഇവരോടൊക്കെ സംസാരിക്കും. മിടിക്കുട്ടികളായിട്ട് വളർന്നു വരാൻ പറയും അല്ലേ. നല്ല മിടിക്കുട്ടികളായിട്ടൊക്കെ വന്നോളും. ചില സമയത്ത് നല്ലോണം വാടി നിൽക്കും ഇവളുമാർ. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇന്നിപ്പോൾ നല്ലോണം നിൽക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ വെള്ളം കൊടുത്തായിരുന്നു. എല്ലാ ദിവസവും വെള്ളം കൊടുക്കും ഞാൻ. നല്ല മിടിക്കുട്ടികളായിട്ട് പിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പൂവൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞാൻ വേറൊരു സംഗതി കാണിച്ചു തരാം. ശാരദാമണികൾ ഇതാ ഇവിടെയുണ്ട്. ആരാണ് ഈ ശാരദാമണികളെന്നല്ലേ ഞാൻ കാണിച്ചു തരാം കേട്ടോ.
ഇന്നിപ്പോൾ ശാരദാ മണികളൊക്കെ ഇതേ പോയി ഉറങ്ങായിരിക്കും. ഉണ്ട് ഇതേ ശാരദാ മണികളെ വരൂ, കുട്ടികൾ വന്നേ. ശാരദാ അങ്ങേറ്റത്തേക്ക് പോയി. മഴയാണേ, അതുകൊണ്ടാണ് പോയത്. അല്ലെങ്കിൽ ഇങ്ങോട്ട് അടുത്തേക്ക് വന്നേരെ. കൂടെ വരൂ. ഇതിനകത്ത് ഇട്ടിട്ടുണ്ടേ ഫിഷൊക്കെ ഉണ്ട് ഇതിനകത്ത്, പലതുണ്ട്. അതാ വരൂ. ശാരദാ മണികൾ ഇവിടെ വരൂ. ശാരദാ മണികളാണ്. അവരാരെങ്കിലും കാണുമ്പോൾ പോയി ഒളിക്കും. എൻ്റെ അടുത്ത് വരാറുണ്ടേ, പക്ഷെ ഇപ്പം എന്തോ അവന്മാർ അങ്ങോട്ട് പോയിരിക്കുക. ഇതിനകത്ത് ഉണ്ട്, കുറച്ചുണ്ട് ഇവിടെ. പിന്നെ എനിക്ക് ഒത്തിരി പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. പൂക്കളൊക്കെ ഞാൻ ഇനി എൻ്റെ അടുത്ത വ്ളോഗിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇത്രയും എടുക്കുന്നുള്ളൂ. പിന്നെ എനിക്ക് കാനഡ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിലെ എല്ലാ സ്ഥലങ്ങളൊന്നും ഞാൻ കണ്ടു കഴിഞ്ഞിട്ടൊന്നുമില്ല. അതിനൊക്കെ മുമ്പ് തന്നെ എൻ്റെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു. അവിടെയും കാണാൻ ഒത്തിരി ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് കാനഡ വന്നപ്പോൾ കാനഡ എനിക്ക് നല്ല ഇഷ്ടമായി. ഇവിടെ നമുക്ക് പകുതി മാസമേ ഉള്ളൂ നമുക്ക് വെയിലും കാര്യങ്ങളൊക്കെ. പിന്നെ നല്ല തണുപ്പായിരിക്കും, മഞ്ഞ് വീഴ്ച ഉണ്ടാവും. എങ്കിലും ആ മഞ്ഞ് കാണാനും ഒരു ഭംഗിയൊക്കെ ഉണ്ട് കാനഡയിലെ. നമ്മൾ പറയില്ലേ ശിശിരോബി വസന്തശ്ച ഗ്രീഷ്മ വർഷ ശരത്യുമ എന്നാണ് പറയുന്ന. ഓരോ കാലം ഇങ്ങനെ മാറ്റി പോകുന്നതന്നെ, മാറി പോകുന്നതിന്. അപ്പം ഞാനിവിടെ എൻ്റെ പേഴ്സണലായിട്ട് ഞാനിവിടെ രണ്ടായിട്ട് തിരിച്ചിട്ടുള്ളൂ. ഒന്ന് സമ്മറും ഒന്ന് വിൻ്ററും. അങ്ങനെ വിൻ്റർ സമയത്ത് നല്ലോണം മഞ്ഞുണ്ടാവും, വീടിൻ്റെ ചുറ്റും മഞ്ഞുണ്ടാവും, റോഡിന് മഞ്ഞുണ്ടാകും. അങ്ങനെ ആകെ മഞ്ഞാണ്. പക്ഷെ സമ്മറാകുമ്പോൾ അതൊന്നുമല്ല. സമ്മറാകുമ്പോൾ നല്ല വെയിലുണ്ട്, നമുക്കെല്ലാവർക്കും പുറത്ത് പോകാം. വിൻ്ററിലാണെങ്കിൽ നമ്മൾ അതിൻ്റേതായ ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. സമ്മറിൽ നമുക്ക് സാധാരണ ഇറങ്ങി പോകുന്ന പോലെ അങ്ങോട്ട് പോകാം. പിന്നെ ഫിഷിങ്ങിന് പോകുന്നതൊക്കെ സമ്മറിലായിരിക്കും. സമ്മറിൽ ഡൗൺ ടൗണിലാണെങ്കിൽ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ടാകും, ഒത്തിരി ഉണ്ട്. അതെല്ലാം ഞാൻ പതിയെ ഓരോ വ്ളോഗിൽ ഞാൻ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇതെല്ലാമാണ് എൻ്റെ ചെടികൾ. ഇതിൽ കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് എല്ലാ ബിസിനസ്സും ഒക്കെ അവിടെ നിർത്തി വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അദ്ദേഹം പഠിച്ചിരിക്കുന്നത് ബോട്ടണിയാണ്. അതുകൊണ്ടായിരിക്കും ചെടികളോടൊക്കെ ഇത്ര താല്പര്യം. എല്ലാ കാര്യത്തിലും എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യും. ചെടിക്ക് വെള്ളം ഒഴിക്കാനാണെങ്കിൽ എൻ്റെ ഒപ്പം ഉണ്ടാകും. ഓരോ പൂക്കൾ വരുമ്പോഴും എൻ്റെ അടുത്ത് പറയും, സിനി ഇതാ പൂക്കൾ വന്നിട്ടുണ്ട്, നീ കണ്ടില്ലേ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും, ഈ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താണെന്നുള്ളത്. പേര് ഒരു മുത്തശ്ശി കഥ. അതെന്താണ് ഇനി ഈ പേരിട്ടിരിക്കുന്നത് എന്നായിരിക്കും ഇപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവുക. അതെന്താണെന്ന് വെച്ചാൽ അറിയാലോ, എനിക്ക് മക്കളുണ്ട്, മക്കളുണ്ട്. ഞാനൊരു മുത്തശ്ശിയാണ്. അപ്പോൾ ഈ ചാനലിൽ ഇപ്പം എൻ്റെ വീഡിയോയിൽ പല തെറ്റും ശരിയും അതെല്ലാം കണ്ടെന്നിരിക്കും. അതെല്ലാം ക്ഷമിക്കുക, എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ എത്തുന്നതായിരിക്കും. ബൈ.